കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24-ാമത് വാക്യം. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ഈ വാക്യങ്ങൾ കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ മണ്ണിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ് മോശ. മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ദൈവത്തിൻ്റെ വിടുതലുകളും ദൈവത്തിൻ്റെ കരുതലുകളും. നായകത്വ സ്ഥാനം മോശയ്ക്ക് ദൈവം നൽകിയാണ് മിസ്രയീമിൻ്റെ അടിമമുഖത്തിനകത്ത് ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. എന്നാൽ ആ മോശയ്ക്ക് പോലും, ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ദൈവഗ്രഹത്തിലെല്ലാം വിശ്വസ്തനായ മോശ, ആ മോശയ്ക്ക് പോലും ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു വിശദീകരണത്തിനുള്ളൊരു ചിന്തയാണെങ്കിൽ പോലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ദൈവത്തോട് കാണിച്ചൊരു അനുസരണക്കേടാണ് മോശയുടെ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്ര സ്തോത്രം തടയപ്പെടുവാൻ തക്കവണ്ണം ഇടയാ. അത് മോശയോട് ദൈവം പറഞ്ഞതാണ്, നീ ആ ദേശം അനുഭവിക്കയില്ല, പക്ഷെ നീ ദൂരെ നിന്ന് അതിനെ നോക്കി കാണും. ചെറിയ ചെറിയ വിഷയങ്ങൾ പലപ്പോഴും നമ്മെ വാഗ്ദത്ത ദേശത്തിൽ നിന്ന് നമ്മളെ അകറ്റാറുണ്ട്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം ഏത് വഴിയിലാണോ നമ്മെ നടത്തുന്നത് അതേ റൂട്ടിൽ നമ്മൾ നടന്നു പോയാൽ മാത്രമേ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുകയുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, മോശയ്ക്ക് അന്യമായിരുന്ന ദേശം, മോശയുടെ ലീഡർഷിപ്പിന്റെ താഴെ വന്നിരുന്ന കാലേബ് അത് അവകാശമാക്കുന്നതാണ് ഇവിടുത്തെ ചിന്ത, അല്ലേ? നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൽ ഇസ്രായേൽ ജനങ്ങൾ വെച്ച് വെറും 2 വ്യക്തികളാണ് കനാൻ ദേശം എന്ന അവകാശ ദേശം അവകാശമാക്കിയത്, അല്ലേ? കാലേബും യോശുവയും. അതിന് കാരണമുണ്ട്. ഇവിടെ കാലേബിനെ കുറിച്ചാണ് പറയുന്നത്. അവന് വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും അവൻ പൂർണ്ണമായി എന്നെ അനുസരിച്ചതുകൊണ്ടും ഞാൻ ആ ദേശത്തേക്ക് അവനെ കൊണ്ടുപോകും. നമുക്കറിയാം, മോശയുടെ കാലഘട്ടത്തിൽ 12 ഗോത്രപിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതിൽ അത് സ്തോത്രമല്ല യോശുവയും കാലേബും മാത്രമാണ് ദൈവം നമ്മെ ആ ദേശത്തെത്തിക്കും. ഇത് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. സ്തോത്രം. അവർ എത്ര മല്ലന്മാരായിരുന്നാലും, നമ്മൾ അവരുടെ മുമ്പിൽ വെറും വെട്ടിക്കിളികളാണെങ്കിലും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നിവർത്തീകരിക്കുമെന്ന് ആഴമായി വിശ്വസിച്ച 2 വ്യക്തികളായിരുന്നു യോശുവയും കാലേബും. പ്രൈസ് ദി ലോർഡ്. അതിൽ ഇവിടെ കാലേബിനെ കുറിച്ച് പറയുന്ന ഒരു വാചകമാണ്, അവൻ പൂർണ്ണമായി ദൈവത്തെ അനുസരിപ്പാൻ തക്കവണ്ണം ഇടവന്നു. നമ്മുടെ അനുസരണങ്ങൾ നല്ലതാണ്. പലപ്പോഴും നമ്മൾ അനുസരണക്കേട് കാണിക്കാത്തവരെന്ന് പറയുമ്പോൾ പോലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തെ നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. പൂർണ്ണമായിട്ട് അനുസരിക്കുമ്പോഴാണ് ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെട്ടു വരുന്നത്. പലപ്പോഴും ദൈവ പദ്ധതികളുടെ ഇടയിലേക്ക് മാനുഷിക ചിന്തകൾ കടത്തിവിടാറുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവികമല്ല. സ്തോത്രമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരാത്മീകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിനകത്ത് ദൈവ പദ്ധതിയേക്കാൾ കവിഞ്ഞ് വേറൊന്നും കയറി വരാൻ പാടില്ല. പൂർണ്ണമായും ദൈവനിയോഗത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ വാഗ്ദത്ത ദേശം നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അപ്പോൾ അനുസരണം എന്നത് പൂർണ്ണമായിരിക്കണം. ദൈവനിയോഗത്തിൽ നടക്കുക എന്നുള്ളത് പൂർണ്ണമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതായിരിക്കണം. അതല്ലേ ബൈബിൾ പറയുന്നത്. റോമാലേഖനം നമ്മൾ വായിക്കുന്ന സമയത്ത് സ്തോത്രം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സമർപ്പിപ്പീൻ എന്ന് തിരുവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സ്തോത്ര. അതിനകത്ത് പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയുണ്ട്. എന്തുവാ? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അവിടെ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം, പൂർണ്ണതയുള്ള ദൈവഹിതം. പ്രിയതോ,
പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ദൈവഹിതം ചെയ്യുന്നു, പക്ഷേ പൂർണ്ണമായിട്ടുള്ള ദൈവഹിതമാണ് നമ്മൾ ചെയ്യുന്നത്. നിന്റെ ആത്മീയ ജീവിതം പൂർണ്ണതയുള്ളതാണ്, നിന്റെ സ്തോത്രം ദൈവജനവുമായിട്ടുള്ള ബന്ധം പൂർണ്ണതയുള്ളതാണ്, നിന്റെ ആരാധന പൂർണ്ണതയുള്ളതാണോ? ഒരു സമർപ്പണം എന്ന് പറയുന്നത് പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കില്ലയോ? അതല്ലേ നമ്മൾ വെളിപ്പെടേണ്ടത്. ഇവിടെ കാലേബിനെ ദൈവം അനുഗ്രഹിക്കാൻ കാരണം കാലേബ് പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ്. ആ അനുസരണം നമ്മൾ വെളിപ്പെടട്ടെ. ആ അവകാശ ദേശത്തെ, ആ വാഗ്ദത്ത ദേശത്തെ കൈവശമാക്കുവാൻ സ്വർഗം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ മറയ്ക്കണമേ. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി സന്ദേശം മാറുവാൻ സ്വർഗമിടയാക്കണം. ആയിരങ്ങളിലേക്ക്, 10,000ങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുവാൻ ദൈവം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.